ഹായ് എവരിവൺ, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ്. ജർമ്മനിയിലുള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് ഷൂഫ, അതായത് ഷുട്സ് ഗമൈൻഷാഫ്റ്റ് ആൽഗമൈനെ ക്രെഡിറ്റ് സിഷറും എന്ന് വെച്ചാൽ ക്രെഡിറ്റ് സ്കോർ. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി ട്രാക്ക് ചെയ്ത് റേറ്റ് ചെയ്യുന്നതിനെയാണ് ഷൂഫ സ്കോർ എന്ന് പറയുന്നത്. അതായത് മന്ത്ലി ബേസ് ആയിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും നമ്മൾ കറക്റ്റായിട്ട് തന്നെയാണോ പേയ്മെൻറ്റ് ചെയ്യുന്നതെന്നാണ് ഇവർ ട്രേസ് ചെയ്യുന്നത്. ഇവർ ട്രേസ് ചെയ്യുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ പേയ്മെൻറ്റ് ഹിസ്റ്ററിയാണ്, അല്ലാതെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസോ ഇൻകം സ്റ്റാറ്റസോ ഒന്നുമല്ല. നമ്മൾ ബ്യൂറോയിൽ ആൻമെൽഡും ചെയ്യുന്നത് മുതൽ ഇവർ നമ്മുടെ ഷൂഫ സ്കോർ ട്രേസ് ചെയ്ത് തുടങ്ങും. നമുക്കിവിടെ ഷൂഫ സ്കോറിൻ്റെ ആവശ്യമുണ്ട്. ചില അവസരങ്ങളിൽ നമ്മളൊരു അക്കോമഡേഷൻ നോക്കുമ്പോൾ, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ എടുക്കുമ്പോൾ, ചില സമയങ്ങളിൽ നമ്മൾ ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഒക്കെ നമുക്ക് ഷൂഫ സ്കോറിൻ്റെ ആവശ്യമുണ്ട്. ഇനി എങ്ങനെ നമുക്ക് ഷൂഫ സ്കോറിന് അപ്ലൈ ചെയ്യാമെന്ന് നോക്കാം. ഒരു ജർമ്മൻ റെസിഡൻ്റ് ആണെന്നാണെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് തന്നെ ഇയർലി ബേസിസിൽ ഷൂഫ സ്കോർ കിട്ടുന്നതായിരിക്കും. പക്ഷെ നമുക്കാണെന്നാണെങ്കിൽ ഒഫീഷ്യൽ ഷൂഫ ഹോം പേജിൽ കയറി ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ബോണിറ്റേറ്റ്സ് ഔസ്കുൻഫ്റ്റ് ആയിരിക്കും. ഇതിന് നമ്മൾ €29.95 പേയ്മെൻറ്റ് ചെയ്യണം. നമുക്ക് വിത്തിൻ ഫ്യൂ ഡേയ്സ് തന്നെ ഈ സർട്ടിഫിക്കറ്റ് കയ്യിൽ കിട്ടും. പക്ഷേ നമുക്ക് സെയിം ഡേയിൽ തന്നെ ഈ സർട്ടിഫിക്കറ്റ് വേണമെന്നാണെങ്കിൽ നമുക്ക് പോസ്റ്റ് ബാങ്കിനെ അപ്രോച്ച് ചെയ്യാവുന്നതാണ്. ഇതിനായി നമ്മുടെ പാസ്പോർട്ടും മെൽഡെ ബെഷേനിക്കും വേണം. അതുമായി നമ്മൾ പോസ്റ്റ് ബാങ്കിലേക്ക് പോയി ഷൂഫ സ്കോർ നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ അന്നത്തെ ദിവസം തന്നെ നമുക്ക് ഷൂഫ സ്കോർ കിട്ടും. ഇതിനും നമ്മൾ €29.95 തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ സൺഡേസിലാണെന്നാണെങ്കിൽ പോസ്റ്റ് ബാങ്ക് ഉണ്ടായിരിക്കുന്നതല്ല. അന്ന് നമുക്ക് ഇൻ കേസ് ഷൂഫ സ്കോർ ആവശ്യമാണെന്നാണെങ്കിൽ നമുക്ക് ഓൺലൈൻ കയറി അപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ബോണിറ്റേഴ്സ് ഔസ്കുൻഫ്റ്റ് ആയിരിക്കില്ല, പകരം ബോണിറ്റേഴ്സ് ചെക്ക് ആയിരിക്കും. ഇതിൽ എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടായിരിക്കില്ല, പക്ഷെ നമ്മൾ ഈ സെയിം എമൗണ്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യണം. പിന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഷൂഫ സ്കോർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 100% തന്നെയാണ്. 95% മുതൽ നമുക്ക് വെരി ഗുഡ് എന്ന് പറയാം. പക്ഷേ 50% കുറവാണ് ഷൂഫ സ്കോർ എന്നാണെങ്കിൽ അത് നമ്മളെ നെഗറ്റീവായിട്ട് ബാധിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് എങ്ങനെ ഈ ഷൂഫ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഷൂഫ സ്കോർ ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മന്ത്ലി ബേസിസ് ആയിട്ടുള്ള എല്ലാ ലയബിലിറ്റീസും കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യുമ്പോൾ ഒത്തിരി ബാങ്ക് അക്കൗണ്ട്സ് ഒക്കെ ഓപ്പൺ ചെയ്യാതിരിക്കാൻ നോക്കുക. മാക്സിമം 1, 2, 3 കൂടുതൽ ബാങ്ക് അക്കൗണ്ട്സ് ഓപ്പൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെയാണ് ക്രെഡിറ്റ് കാർഡ്സും. കൂടുതൽ ക്രെഡിറ്റ് കാർഡ്സ് ഹോൾഡ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. അതും നമ്മുടെ ഷൂഫ സ്കോറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. പിന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ഒരു മിനിമം ഹെൽത്തി ബാലൻസ് കീപ്പ് ചെയ്യാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. 0 ബാലൻസും നമ്മുടെ ഷൂഫ സ്കോറിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. അതുപോലെ തന്നെയുള്ള കാര്യമാണ് നമ്മൾ ഒത്തിരി തവണ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സ് ചേഞ്ച് ചെയ്യുക എന്നുള്ളത്. അതും നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ അത് ഫിക്സ് ചെയ്യാൻ ശ്രമിക്കുക. കാരണം ജർമ്മനിയിലുള്ള മിക്ക കോൺട്രാക്ട്സും നമുക്ക് 2 years ആയിരിക്കും. ചില കോൺട്രാക്ട്സ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ റിന്യൂ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുമ്പോൾ എപ്പോഴും ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം സൈൻ ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മൾ കെയർഫുള്ളായിരിക്കണം. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ബൈ.